ഓക്കെ, നമ്മൾ 1 മന്തിലെ ബോൾ ലൈൻ സ്ട്രാറ്റജിയുടെ വർക്കിങ്ങും അതിൻ്റെ റിട്ടേണുമാണ് നോക്കാൻ പോകുന്നത്. ഒരു മാസത്തിൽ ഇതെങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ 1 മന്തിലെ ഡേറ്റ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇത് റിട്ടേൺ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ 1 വീക്കിൽ ഒരു 3 ദിവസം തരാതിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ നമ്മളുടെ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് റിട്ടേൺ തന്നിട്ടുള്ള നമ്മളുടെ സ്ട്രാറ്റജിയാണ് നമ്മുടെ ബോൾ ലൈൻ സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളുടെ കഴിഞ്ഞ സെപ്റ്റംബർ 1 തൊട്ട് നമുക്ക് എടുക്കാം. സെപ്റ്റംബർ 2 നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 2 നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് ഈ ഒരു ക്യാൻഡിലാണ്. കണ്ടോ, ആ ക്യാൻഡിൽ എത്രാമത്തെ ക്യാൻഡിലാണ് നിങ്ങൾ എണ്ണി എടുക്കണം, കാരണം നമുക്ക് ഒരു മാസത്തെ ഡേറ്റ പറയാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. 1 2 3 4 5 6 7 8 9 10 11. അതായത് നമ്മളുടെ 11th ക്യാൻഡിൽ, ബാക്കിൽ നിന്ന് 11th ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും എല്ലാവരും ഒരേപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. കേട്ടോ, ഫസ്റ്റ് ലെവൽ ടച്ചിങ്, ഇവിടെ ഫസ്റ്റ് ലെവൽ ടച്ചിങ്, ഇവിടെ ഫസ്റ്റ് ലെവൽ ടച്ചിങ്. നമുക്ക് 3 എണ്ണമെങ്കിലും ഒരുപോലെ വന്നാൽ മതി. അതാണ് നമ്മുടെ ബോൾ ലൈൻ സ്ട്രാറ്റജി പറയുന്നത്. 4 ഒരുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ബോൾ ലൈൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എത്രയാണ് 9th അല്ലേ, 1 2 3 4 5 6 7 8 9 10 11th ക്യാൻഡിൽ ആയപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവായി. സോ നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് മാർക്കറ്റ് ഇടിഞ്ഞു പോകും. ഇവിടെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. കണ്ടോ, അപ്പോൾ ഏതാ കയറാൻ പോകുന്നത്? സി ട്രേഡ് ആയിരിക്കും കയറാൻ പോകുന്നത്. അപ്പോൾ സി ട്രേഡിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ബോൾ ലൈൻ സ്ട്രാറ്റജി നേരത്തെ അറിയാൻ പാടില്ലാത്തവർ അവർ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണണം. നമുക്ക് 4 ലെവൽസ് തരും, 4 ചാർട്ടുകൾ തരും. ആ 4 ചാർട്ടുകളും ഒരേപോലെ വരുന്നതിനെയാണ് നമ്മൾ ബോൾ ലൈൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരേപോലെ ബോൾ ലൈൻസിൽ ടച്ച് ചെയ്യുമ്പോൾ, ഒരേപോലെ അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ, ഒരേപോലെ അല്ലെങ്കിൽ സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആകുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ട്രേഡ് ആക്റ്റീവ് ആകും. കണ്ടോ, നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് വന്ന്, അതായത് പിയിൽ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നത്. ഒരേപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. സോ ഒരു റിജക്ഷൻ, അവിടുന്ന് റിജക്റ്റ് ചെയ്യും. അതാണ് ബോൾ ലൈൻ സ്ട്രാറ്റജി. സോ അല്ലാണ്ട് ഇവിടുന്ന് വീണ്ടും ബി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ റിജക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ പറയാറില്ലേ, ഞാൻ ഒരു 9 ട്രേഡ് എടുത്തു, പക്ഷേ ഞാൻ സി എടുത്തപ്പോൾ അത് പി പോയി, ഞാൻ ബി എടുക്കുമ്പോൾ അത് സി പോകും. അങ്ങനെ പറയുന്നത് നമ്മൾ ഈ ഒരു ഒരേപോലെ ടച്ചിങ് സംഭവിക്കുമ്പോഴാണ് അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവ് ആകുകയും നമുക്ക് ഇവിടുന്ന് ഒരു സി ട്രെൻഡാണ് വരുന്നത്. സി ട്രെൻഡ് നിങ്ങൾ നോക്കുക, ഇവിടുന്ന് 11th ക്യാൻഡിൽ ട്രേഡ് ആക്റ്റീവ് ആകും. നമ്മൾ തൊട്ട് അടുത്ത 11th, അതായത് ബാക്കിൽ നിന്ന് 11th ക്യാൻഡിൽ, അപ്പോൾ അടുത്ത ബാക്കിൽ നിന്ന് 10th ക്യാൻഡിൽ, അതായത് തൊട്ടടുത്ത ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കും. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, നമുക്ക് ഈ ഒരു പോയിന്റിൽ നമ്മളൊരു 42 അല്ലെങ്കിൽ പോട്ടെ ഒരു 45% പോലും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 to 59% റിട്ടേൺ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഒറ്റ ക്യാൻഡിലാണെങ്കിൽ നമുക്ക് 15% റിട്ടേൺ, അതല്ല അതിന് മുകളിലേക്കാണെങ്കിൽ 59% റിട്ടേൺ വരെ ഇത് പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനിമം ഒരു 25% എടുത്തിട്ട് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ അതിനേക്കാൾ, അതായത് 5-നും നിങ്ങൾ ഒരു 100-നും ഇടയിലാണ് നമ്മുടെ റിട്ടേൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും മിനിമം ആക്കാൻ പറ്റുമെങ്കിൽ അത്രയും 15% ഇറങ്ങാൻ പറ്റുന്ന ആ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. ഒരുപാട് നേരം നിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യം വരില്ല. അല്ല 50% വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, നമുക്ക് ആ റിട്ടേണിലേക്ക് എത്താം. അപ്പോൾ അവിടെ ഒരു ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവായി. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഒരു 3 ക്യാൻഡിൽസിൽ നിങ്ങൾക്ക് ട്രേഡ് ആക്റ്റീവ് ആണെങ്കിലും മാക്സിമം എടുക്കേണ്ട. അതാണ് നമ്മൾ ഈ ഒരു 1 മന്തിൽ ഞാനൊരു ഡേറ്റ കാണുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം ആദ്യത്തെ 3 ക്യാൻഡിൽസ്, അതായത് 9:15 മുതൽ 10 മണി വരെയുള്ള സമയത്ത് നമുക്ക് നല്ല ഫ്ലക്ച്വേഷൻസ് സംഭവിക്കും. അതായത് നമുക്ക് അവസാനത്തെ 3 ക്യാൻഡിൽസിൽ എങ്ങനെയാണോ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നത് അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ആദ്യത്തെ 3 ക്യാൻഡിൽസിലും ഉണ്ടാകും. സോ നമുക്കത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കുറേ കൂടി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് വെയിറ്റ് ചെയ്യുക. അതിനിടയിൽ വരുന്ന നമ്മളുടെ ഒരേപോലെയുള്ള ക്യാൻഡിൽസ് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 2-ാം തീയതി നമുക്ക് 15%-നും അതുപോലെ 59%-നും ഇടയിൽ റിട്ടേൺ തന്നിട്ട്, അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും മിനിമം എടുത്താണ് പറയുന്നത് കേട്ടോ, ആക്യുറേറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് 15%-നും 59%-നും ഇടയിൽ റിട്ടേൺ അവിടെ സെപ്റ്റംബർ 2 കിട്ടിയിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് സെപ്റ്റംബർ 3 ട്രേഡ് ആക്റ്റീവ് ആകുന്നത്. സെപ്റ്റംബർ 3 നമുക്ക് 2 ട്രേഡുകൾ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടും നമുക്ക്
സി ട്രേഡാണ് ആക്റ്റീവ് ആയിരുന്നത്. കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വന്ന് ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. സോ അതേ സമയത്ത് നമുക്കൊരു സി ട്രേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കണ്ടോ 100% റിട്ടേൺ കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇവിടെ വെച്ച് ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു, 2 പി ട്രേഡുകളും താഴത്തുനിന്ന് മുകളിലേക്ക് പോയി ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. സി ട്രേഡുകൾ അതേസമയം ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നത്. ടച്ച് ചെയ്യണം കേട്ടോ, 2 എണ്ണമെങ്കിലും ടച്ച് ചെയ്യണം. അതായത് 3 എണ്ണമാണ് നമ്മൾ കൺഫേം ചെയ്ത് പറയുന്നത്. 3 എണ്ണമെങ്കിലും ഒരേപോലെ വന്നിട്ടില്ല. അതിൽ 2 എണ്ണം ടച്ച് ചെയ്യണം. ഒരെണ്ണം ടച്ച് ചെയ്തില്ല ചെയ്തു എന്ന് പറഞ്ഞ് നിന്നാലും കുഴപ്പമില്ല. 2 എണ്ണം ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാവുള്ളൂ. സോ അത് 2600% വരെ റിട്ടേണിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം 100-നും 2600% റിട്ടേൺ ഈ രണ്ടാമത്തെ, അതായത് ഈ ഒരു എൻട്രി പോയിൻറ്റ്. അതിന് മുന്നേ തന്ന എൻട്രി പോയിൻറ്റ് 185% വരെ റിട്ടേൺ തന്നിട്ടുണ്ട്. ഈ റെഡ് ക്യാൻഡിൽ റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്നത് 180% റിട്ടേൺ തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ തന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ മാർക്ക് തന്നിരിക്കുന്നത് 1600% വരെ റിട്ടേൺ പോയിട്ടുണ്ട്. ഓക്കെ, സോറി 2600% വരെ റിട്ടേൺ പോയിട്ടുണ്ട്. അതിനുശേഷം സെപ്റ്റംബർ 4-ലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ ട്രേഡ് ആക്റ്റീവ് ആകുന്നുണ്ട്. കണ്ടോ, വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റേ ഉള്ളൂ കേട്ടോ, അത് ടച്ചിങ് തന്നെയാണ്. ഇത് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഇതിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും 2 എണ്ണം ടച്ചിങ് ആണ്. സോ നമുക്ക് 3 എണ്ണം ഒരേപോലെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു സി ഡിയും എന്നുള്ള ട്രേഡാണത്. അപ്പോൾ അതായത് പി കയറും എന്നുള്ള ട്രേഡിലേക്ക് വന്നിട്ടുണ്ട്. ആ പി ട്രേഡിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. അതേസമയം പി ട്രേഡിൽ നമ്മൾ എൻ്റർ ചെയ്താൽ 18% റിട്ടേൺ ആണ്. ഒറ്റ ക്യാൻഡിൽ നമുക്ക് 18% റിട്ടേൺസ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇവിടം വരെയാണ് 18% റിട്ടേൺ നമുക്ക് ഇതിവിടം വരെയുള്ള ക്യാൻഡിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, 18 ഒരു 20 കൂട്ടാൻ കേട്ടോ, ഞാൻ കുറച്ച് അങ്ങോട്ട് എഴുതിയിട്ടുണ്ടെന്നല്ല, 20-25 കിട്ടിയിട്ടുണ്ടാവും അത്. നെക്സ്റ്റ് അടുത്ത നമുക്ക് സെപ്റ്റംബർ 6-നാണ്. സെപ്റ്റംബർ 6-ലേക്ക് വരുമ്പോൾ ഇതാണ്ട, ഇത് ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതായത് വേണമെങ്കിൽ 10 മിനിറ്റിൻ്റെ ക്യാൻഡിലേക്ക് മാറ്റുക. അപ്പോൾ കുറച്ചും കൂടി അക്യുറസി കിട്ടും. കാരണം ഇങ്ങനെയുള്ള ക്യാൻഡിൽ വരുമ്പോൾ മാത്രം, അതായത് നോക്കിക്കേ, ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്തതാണോ അതോ ബോർഡർ ലൈനിൽ നിന്ന് മുകളിലേക്ക് പോകാൻ പോവുകയാണോ എന്നൊരു കൺഫ്യൂഷൻ. കണ്ടോ, ഇത് ഫസ്റ്റ് ലെവൽ ട്രേഡായിട്ട് കരുതണോ ബോർഡർ ലൈൻ ട്രേഡായിട്ട് കരുതണോ എന്നുള്ള കൺഫ്യൂഷൻസ് വരുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ തന്നെ 10 മിനിറ്റിന് ക്യാൻഡിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അക്യുറസി കിട്ടും, നമുക്ക് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതുമല്ല, ഇത് അടുത്ത 15 മിനിറ്റ്സിലാണ് ക്യാൻഡിൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. ആ ട്രേഡിലേക്ക് നമുക്കധികം എന്താ പറയുക, നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന സമയമാണ്. ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാതിരുന്നാൽ ബെറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ 10 മിനിറ്റിന് ക്യാൻഡിലേക്ക് അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എൻ്റർ ചെയ്ത്. ബോർഡർ ലൈൻ ട്രേഡാണ്, ബോർഡർ ലൈൻ വന്ന് റിജക്റ്റ് ചെയ്യുന്നു, ബോർഡർ ലൈനിൽ വന്ന് റിജക്റ്റ് ചെയ്യുന്നു, ഇതും ബോർഡർ ലൈനിൽ വന്ന് റിജക്റ്റ് ചെയ്യുന്നു. 2 എണ്ണം ടച്ച് ചെയ്തിട്ടും ഉണ്ട്. ഓക്കെ, 3 എണ്ണം അക്യുറസിയും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ബോർഡർ ലൈൻ ട്രേഡ് ആക്റ്റീവായി നോക്ക്, നല്ലൊരു പി ട്രെൻഡാണ് സംഭവിച്ചത്. 1400% വരെ റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് വരാം. അടുത്ത ദിവസം ഇവിടെ ഇതാ ഈ ഒരു ലൈൻ പോയി ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. പി ട്രെൻഡ് പോയി ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. അതേസമയം സി ട്രെൻഡ് വന്ന് ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. ഇവിടെ സി ട്രെൻഡ് വന്ന് ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. ഇവിടെ ദെൻ പി ട്രെൻഡ് ഓൾറെഡി അകത്താണ്, ഇല്ല. അപ്പോൾ 3 എണ്ണം കൺഫേംഡ് ആണ്, അതിൽ 3 ടച്ചിങ്ങും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത് എന്താണ് സി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം, നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ വീണ്ടും ഒരു ആക്റ്റീവ് മൊമെൻറ്റം വരുന്നുണ്ട്. ഇവിടെ വന്ന് ഇടിഞ്ഞ് സി ട്രെൻഡ് വന്ന് ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു, ഇവിടെയും ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. ദെൻ ഇവിടെയും പി ട്രെൻഡ് കയറി ബോർഡർ ലൈൻ ടച്ച് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പോസിറ്റ് ഡയറക്ഷനൊക്കെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ 2 ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു സി ഓപ്പർച്യൂണിറ്റി, ഇവിടെ 2 സി ഓപ്പർച്യൂണിറ്റി വരുന്നു, ഇവിടെ പി ഇടിയുന്നു. ഓക്കെ, ഇതും എന്താണ് സി ഓപ്പർച്യൂണിറ്റി, 2 സി ഓപ്പർച്യൂണിറ്റി, റെഡും ബ്ലൂവും സി ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഇതാ റെഡ് ബ്ലൂ കണ്ടോ, ഇവിടുന്ന് 50% റിട്ടേൺ ഒരെണ്ണത്തിന് വന്നിട്ടുണ്ട്. അടുത്തതിന് ഒരു 40% റിട്ടേൺ, ഒറ്റ ക്യാൻഡിൽ തന്നെ 40% റിട്ടേൺ. അപ്പുറത്തേക്കുണ്ടോ ഒരുപാട് റിട്ടേൺസ് പോയിട്ടുണ്ടത്. ഒറ്റ ക്യാൻഡിലിൻ്റെ റിട്ടേൺ ആണ് പറഞ്ഞത് 50%, 40% റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ഇവിടെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ വേറൊരു ഓപ്പർച്യൂണിറ്റി നോക്കി. ഇവിടുന്ന് കയറി സി ട്രെൻഡ് ഇവിടെ കയറി ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. അതേസമയം ഇവിടെയും ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു, അതേസമയം ഇവിടെയും ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇതായിട്ടില്ല, ഇത് ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പി ട്രെൻഡ് ആക്റ്റീവ് ആകുകയാണ്. ഓക്കെ, ആ പി ട്രെൻഡിലേക്ക് നമ്മൾ വരുമ്പോൾ കണ്ടോ
നല്ല രീതിയിൽ റിട്ടേൺ 27%-നും 80%-നും ഇടയിലുള്ള റിട്ടേൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഇതായിരുന്നു കേട്ടോ. വീണ്ടും 2 എണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് എഴുതിയിട്ടില്ല എത്ര ശതമാനം റിട്ടേൺ എന്ന്. ഇത് നോക്കിക്കേ, ഇവിടെ ഒരു സി ട്രെൻഡ് വന്ന് കണ്ട ഇവിടെ വെച്ചപ്പോൾ അത് ഇടിഞ്ഞു പോകുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇടിയുന്നതെന്ന് നമ്മൾ നോക്കിക്കേ. എന്തുകൊണ്ടാണ് ഇവിടെ വെച്ച് ഇത്രയും ഒരു സി ആക്റ്റീവ് ആയതിനു ശേഷം കണ്ടോ എത്രത്തോളം സി ആക്റ്റീവ് ആയതിനു ശേഷം എന്തുകൊണ്ട് ഇതിവിടെ വെച്ചിട്ട് ബ്രേക്കായി താഴത്തേക്ക് പോയി? സോ അതിനിപ്പുറത്ത് ബാങ്ക് നിഫ്റ്റിയിൽ അടുത്ത ട്രെൻഡ് അവിടെ ആക്റ്റീവ് ആകുന്നതുകൊണ്ടാണ് കണ്ടോ കയറി നമ്മുടെ സി പോയിന്റ് കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേസമയം ഇപ്പുറത്തെ സി പോയിന്റും കയറി ബോൾ ലൈനിലേക്ക് വരുന്നുണ്ട്. പി ആണെങ്കിൽ ഇറങ്ങി ബോൾ ലൈൻ ടച്ച് ചെയ്തു. അപ്പോൾ സോ റിജക്റ്റ് ചെയ്യും. പി ആണ് അവിടെ കയറാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ കയറിക്കൊണ്ടിരുന്ന നിഫ്റ്റിയിൽ കയറിക്കൊണ്ടിരുന്ന ഇവിടെ വെച്ചിട്ട് ഒരു ഇടിവ് കാണിച്ചത്. അല്ലാണ്ട് ഇതിങ്ങനെ അല്ലെങ്കിൽ ഇത് വീണ്ടും മൊമെൻറ്റം കിട്ടിയേനെ. പക്ഷെ അപ്പുറത്ത് ബാങ്ക് നിഫ്റ്റിയിൽ അടുത്ത ട്രെൻഡ് ആക്റ്റീവ് ആകുകയാണ് ചെയ്തത്. കണ്ടോ, നല്ല രീതിയിൽ റിട്ടേൺ അവിടെയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു സി ട്രേഡ് കയറി ഇതേ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. പി ആണെങ്കിൽ അതേസമയം ഇറങ്ങി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഒരു പി ട്രെൻഡ് അവിടെ ആക്റ്റീവ് ആകുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ ട്രെൻഡുകളും ആക്റ്റീവ് ആകാനായിട്ടുള്ള കാരണം. ഒരേപോലെ വന്നിട്ട് ഓരോ ലെവൽസിലും വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ട്രേഡ് ആക്റ്റീവ് ആകുകയും ചെയ്യും. അതിൻ്റെ ഒന്നും റിട്ടേൺ ഞാൻ എഴുതിയിട്ടില്ല. മെയിനായിട്ട് 2 റിട്ടേൺ എഴുതിയിട്ടുണ്ട്. നമുക്ക് മറ്റേതും ഇതുപോലെ 50%, 40%, 30% ഒക്കെ ശതമാനം റിട്ടേൺ കൊടുത്ത ലെവൽസ് തന്നെയായിരുന്നു അത്. അടുത്ത ദിവസത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും 10-ാം തീയതി സെപ്റ്റംബർ 10-ാം തീയതി വരുമ്പോൾ ഒരേപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. ഇതും ഫസ്റ്റ് ലെവലിലേക്ക് വരുന്നു. ഇത് ടച്ചിങ് ആയിട്ടില്ല, പക്ഷേ 2 ടച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ തന്നെയാണ്, ജസ്റ്റ് വ്യത്യാസം. ഇപ്പോൾ 2 ടച്ച് ചെയ്ത് നിൽക്കണം. ഒരെണ്ണം അടുത്ത് തന്നെ നിൽക്കണം. ടച്ച് ചെയ്തില്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ട്രേഡ് ആക്റ്റീവ് ആകും. അവിടെ നല്ല ഒരു പി ട്രെൻഡാണ് വരുന്നത്. ആ പി ട്രെൻഡിൽ നോക്കുക, നമുക്ക് കിട്ടിയത് 33%-നും 133%-നും ഇടയിലുള്ള റിട്ടേൺ 9-ാം തീയതി സെപ്റ്റംബർ 9-ന് ബോൾ ലൈൻ സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരേപോലെ വന്നിട്ട് പി രണ്ടും കയറി ഒരേപോലെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. സി ഇറങ്ങി ഒരേപോലെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ആ സമയത്ത് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 46% റിട്ടേൺ ആ ഒറ്റ ക്യാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നിഫ്റ്റിയിലും ഒരു ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. ഒരേപോലെ വന്നിട്ട് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിരിക്കുന്ന ഈ ട്രേഡ് രണ്ടും ഒരേപോലെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് വ്യത്യാസം നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു പി ട്രേഡ് കൂടെ ആക്റ്റീവായി എന്ന് ഒരു ബ്ലൂ കൊടുത്തേക്കുന്നത് 37% റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല ഒരു ഇത് ഫാർ ഓഫ് മണിയൊക്കെ ആയതുകൊണ്ടാണ് എൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങനെ എടുത്ത് വെച്ചത്. നിങ്ങൾ മണിയിലേക്ക് ആണെങ്കിൽ നല്ല റിട്ടേൺസ് അത് അതിൽ കൂടുതലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ദിവസത്തേക്ക് നമുക്ക് വരാം. സെപ്റ്റംബർ 12-ലേക്ക് വരുമ്പോൾ ഒരേപോലെ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. കണ്ട, പി ട്രേഡുകൾ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്തു. സി ട്രേഡുകൾ വന്ന് താഴത്തേക്ക് ബോൾ ലൈൻ ടച്ച് ചെയ്തു. സോ ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കും. ആ ട്രേഡിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 1300% റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അവിടെ. ഓക്കെ, അടുത്ത ദിവസത്തേക്ക് വരാം. അടുത്ത ദിവസം പതിമൂന്നാം തീയതിൻ്റെ റിട്ടേൺ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാണ്. നോക്കിക്കോളാം, എൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിയില്ല. ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. ഇതേ പോയിന്റിൽ ഇവിടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ട, നല്ല റിട്ടേൺ അവിടെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ സി ഇടുകയും പി അവിടെ കയറിയിട്ടും ഉണ്ട്. കണ്ട, നല്ല രീതിയിൽ പി കയറിയിട്ടും ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ റിട്ടേൺ ഒരു 50% റിട്ടേണൊക്കെ ഇതിൽ കിട്ടും. പോട്ടെ, ഒരു 15-നും 50-ക്കും ഇടയിലുള്ള റിട്ടേൺ ഇതും കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ ഒരു റിട്ടേണിൻ്റെ സ്ക്രീൻഷോട്ട് റെക്കോർഡ് ചെയ്തില്ല. ദെൻ അതിൻ്റെ അടുത്ത ദിവസത്തേക്ക്, ഇത് 13-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം, ഇത് 13-ൻ്റെ സ്ക്രീൻഷോട്ടായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസമാണ്. കണ്ടോ, ഒരേപോലെ പോയി പി ട്രേഡുകൾ പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. അതേസമയം സി ട്രേഡ് വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. കണ്ടോ, അപ്പോൾ ഇനി ഇവിടുന്ന് സി മൊമെൻറ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അതായത് ഇറങ്ങി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. ഇനി ഒരു സി പോയിൻ്റ് ഉണ്ടാകാൻ പോകുന്നു. ഓക്കെ, അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് സി പോയിൻ്റ് റിട്ടേൺ വന്ന് 62% റിട്ടേണാണത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് അതേസമയം ബാങ്ക് നിഫ്റ്റി അങ്ങനെ തന്നെയാണ് കേട്ടോ. ബാങ്ക് നിഫ്റ്റി അതേ പോയിന്റിൽ തന്നെയാണ് വന്നത്. ഇറങ്ങി ബോൾ ലൈൻ ടച്ച് ചെയ്തു. ബോൾ ലൈൻ ട്രേഡാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആക്റ്റീവ് ആയത്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി കയറി ഇവിടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നൊരു പോയിന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെയും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യും? ഈ കയറിപ്പോയ സി ഇറങ്ങിപ്പോരും. ഓക്കെ, അപ്പോൾ പി ട്രേഡ് അവിടെ ആക്റ്റീവ് ആകും. പി ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. 33% റിട്ടേൺ ഇവിടെ പിയിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അതിൻ്റെ അടുത്ത ദിവസം ബോൾലൈൻ സ്ട്രാറ്റജി 17-ാം തീയതി ബോൾലൈൻ സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ ക്യാൻഡിൽ പോയിട്ട് മൂന്നാമത്തെ ക്യാൻഡിൽ വരെ നമ്മൾ എൻട്രി എടുക്കണ്ട, നല്ല ഫ്ലക്ച്വേഷൻ ഉള്ള ടൈമാണ്. അത് തൊട്ട് നാലാമത്തെ ക്യാൻഡിൽ, അതായത് മൂന്നാമത്തെ ക്യാൻഡിൽ നമ്മളോട് പറയുന്നു പി ട്രേഡ് ഇടിയാൻ പോകുന്നു എന്ന്. ഓക്കെ, അവിടെ പോയത് മൂന്നാമത്തെ പി കയറി പോയി ബോൾലൈൻ ടച്ച് ചെയ്തു. ഇവിടെയാണെങ്കിൽ സി ഇറങ്ങി ബോൾലൈൻ ടച്ച് ചെയ്തു. ഓക്കെ, ഇവിടെയാണെങ്കിൽ പി കയറിപ്പോയി ബോൾലൈൻ ടച്ച് ചെയ്തു. ഇത് രണ്ടുമാണ് പി, ഇത് രണ്ടും സി ആണ് കേട്ടോ. അങ്ങനെയാണ് സ്ക്രീൻഷോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 2 പി ട്രേഡുകളും പോയി ബോൾലൈൻ ടച്ച് ചെയ്യും, ഒരു സി ട്രേഡ് വന്ന് ബോൾലൈൻ ടച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ 3 കൺഫേംഡ് ആണ്. സോ അവിടെ ഇനി സി ട്രേഡാണ് സംഭവിക്കാൻ പോകുന്നത്. തൊട്ട് നാലാമത്തെ ക്യാൻഡിൽ മുതൽ സി ട്രേഡ് സംഭവിക്കും. കണ്ടോ, തൊട്ട് നാലാമത്തെ ക്യാൻഡിൽ സി ട്രേഡ് എടുത്താൽ ഒറ്റ ക്യാൻഡിൽ തന്നെ 60% റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് സി കയറിപ്പോയി ബോൾലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. 2 സി ഒരേപോലെ ബോൾലൈൻ ടച്ച് ചെയ്യുന്നു, പി ഒരെണ്ണം വന്ന് ബോൾലൈൻ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി അവിടെ എന്ത് സംഭവിക്കും? പി സംഭവിക്കും. ഓക്കെ, അതേസമയം നമ്മൾ പി കൊടുത്താൽ ഒറ്റ ക്യാൻഡിൽ തന്നെ 22% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസത്തേക്ക് വരാം. അടുത്ത ദിവസം ഇവിടുന്ന് കയറിപ്പോയി സി പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയും സി പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ പി ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഇനി ഒരു പി മൊമെൻറ്റം ആക്റ്റീവ് ആകും കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് പി ആക്റ്റീവ് ആകുന്നത്. അതിന് ഇത്രയും ലോസും കാണിച്ചിട്ടുണ്ട് കേട്ടോ. പി ആക്റ്റീവ് ആകുകയും എന്നാൽ വീണ്ടും 2 ക്യാൻഡിൽ കൂടെ ഇടിഞ്ഞിട്ടുണ്ട്, ലോസ് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 50% റിട്ടേണിലേക്ക് അത് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെറിയ സമയങ്ങളിൽ ലോസ് കാണിച്ചേക്കാം, എങ്കിലും നമുക്കിത് ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആകുക തന്നെ ചെയ്യും. ദെൻ അതിനുശേഷം അടുത്ത ദിവസം 19-ാം തീയതിയിലേക്ക് വരുമ്പോൾ ഒരേപോലെ പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിരിക്കുന്നു. സി ലെവൽസ് രണ്ടും ഒരേപോലെ പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. പി ലെവൽ വന്നിട്ട് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. ഇതേസമയം നല്ല റിട്ടേൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പി അടുത്ത ക്യാൻഡിൽ പി റിട്ടേൺ കൊടുത്തേക്കാൻ നോക്കി 600% റിട്ടേണിലേക്കാണ് ആ ദിവസം അത് പോയേക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ദിവസം ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഇതുപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. പി 2 ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു, സി 2 ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. അവിടെയും കുറച്ചും കൂടി മൊമെൻറ്റം മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതായത് അത് ഇറങ്ങി ഇവിടെ ഒരു ബോൾലൈൻ ടച്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്ന്, അത് രണ്ടെണ്ണേ ഒരുപോലെ ബോൾലൈൻ ടച്ച് ചെയ്തിട്ടുള്ളൂ. ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നിട്ട് ഇത്രത്തോളം മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇവിടെ നമുക്ക് ആ ഒറ്റ ക്യാൻഡിൽ തന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു, നമ്മൾ എടുത്തു, അടുത്ത ഒറ്റ ക്യാൻഡിൽ തന്നെ അത് പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു പി ട്രേഡ്, നല്ലൊരു പി ട്രേഡിൽ നമുക്ക് നല്ലൊരു പി ട്രേഡ് ഇവിടെ വന്നിട്ടുണ്ട്. 20 ഇതിലെടുത്താണെങ്കിൽ പോലും അവിടെ തന്നെ നമുക്കൊരു 10% റിട്ടേൺ, 15% റിട്ടേൺ അന്ന് അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കണ്ടോ, ഒറ്റ ക്യാൻഡിൽ 20% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇത്രത്തോളം റിട്ടേണിലേക്കും സംഭവം പോയിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിട്ടാണ് അടുത്ത സി ട്രേഡാണ് ആക്റ്റീവ് ആകുന്നത്. ഓക്കെ, സി ട്രേഡ് ആക്റ്റീവ് നമുക്ക് ഒരേപോലെ വന്ന് നിഫ്റ്റി ബോൾലൈൻ ടച്ച് ചെയ്യുന്നുണ്ടാകും. നല്ല രീതിയിൽ മാർക്കറ്റ് ഇടിഞ്ഞതാണ്. ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും ബോൾലൈൻ ടച്ച് ചെയ്തു, ഒരേ സമയം പോയി ബോൾലൈൻ ടച്ച് ചെയ്തു. പി കയറി ബോൾലൈൻ ടച്ച് ചെയ്തു. ഇവിടെയാണ് സി ഇറങ്ങി ബോൾലൈൻ ടച്ച് ചെയ്തു. അതേസമയം വീണ്ടും ഒരു സി ട്രേഡ് ആക്റ്റീവ് ആകും. സിയിൽ എത്രത്തോളം റിട്ടേൺ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ 316% റിട്ടേൺ അവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ദിവസം വരാം. സെപ്റ്റംബർ 23-ാം തീയതിയിലേക്ക് വരുമ്പോൾ സി ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ പി ഇറങ്ങുന്നു എന്നും പറയാൻ പറ്റില്ല, കയറുന്നു എന്നും പറയാൻ പറ്റില്ല, പോയി ബോൾലൈൻ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ടച്ച് ചെയ്തില്ല. 3 ഒരേപോലെ കൺഫേംഡ് ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ റിസ്കി ട്രേഡ് കൂടിയാണ്. ഇത് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു, സോ മുകളിലേക്ക് റിയാക്ഷൻ. ഇതാണ് ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കയറി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇറങ്ങിയിട്ട് ടച്ച് ചെയ്യുന്നതാണോ കയറിയിട്ട് ടച്ച് ചെയ്യുന്നതാണോ നമുക്കൊരു ഡിഫറൻസ് വരാം. അപ്പോൾ നമ്മളൊന്ന് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ട്രേഡ് എടുക്കേണ്ടത്. എന്നാലും ഒരേപോലെ വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? സി ട്രേഡിൽ 200% റിട്ടേൺ വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കുക. ഇതെന്തായാലും ഇറങ്ങി വന്നതാണ്. സോ ഇങ്ങനെയായിരിക്കും പോവുക. ഇതാണെങ്കിലും ഇറങ്ങി തന്നെയാണ് വന്നത്. പക്ഷേ ഇത് ഇവിടെയൊക്കെ കയറിയിട്ട് പിന്നെ ഇറങ്ങി തന്നെയാണ് വന്നത്. അപ്പോൾ ഇറങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇങ്ങോട്ടാണ് സംഭവിക്കേണ്ടത്.
ഇവിടെയാണെങ്കിൽ ഇത് ഇറങ്ങിയിട്ട് പിന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് സംഭവിക്കാം എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഒരു ബോഡി കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് വേണമെങ്കിൽ ആ ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആകാം, എടുക്കാതിരിക്കാം. അടുത്ത ട്രേഡ് നോക്കിയാൽ ഒരു 4-ാമത്തെ 5-ാമത്തെ ക്യാൻഡിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ പോയിട്ട് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ പി ട്രേഡുകളും ഫസ്റ്റ് ലെവൽ അതേ സമയം ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. 3-ാമത്തെ ക്യാൻഡിൽ പോയി ഫസ്റ്റ് ലെവൽ, 3-ാമത്തെ 4-ാമത്തെ ക്യാൻഡിൽ ആയപ്പോഴത്തേക്കാണ് പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തൊട്ട് 5-ാമത്തെ ക്യാൻഡിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ട്രേഡ് എടുക്കാൻ പറ്റും. 5-ാമത്തെ ക്യാൻഡിൽ നമുക്ക് എന്തെടുക്കാം? ഒരു പി ട്രേഡ് എടുക്കാം. ഇതാ പി ട്രേഡ് എടുത്തു, 100% റിട്ടേൺ വരെ അത് പോയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ട്രേഡ് ആക്റ്റീവ് ആകുന്ന ഇവിടെയാണ് കണ്ടോ. പി ട്രേഡ് കയറി പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. സി ട്രേഡ് ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. സോ ഇനി സി റിയാക്ഷൻ സംഭവിക്കും. സി ട്രേഡ് എന്താ എവിടെ വരെ പോയിട്ടുണ്ട്? 300%-നും 1900%-നും ഇടയിൽ റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ പോകരുത് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളൊരു ഇതിൻ്റെ ഒരു റിയാക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു 15 to 100 നമ്മൾ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് ഇതാ 3-ാമത്തെ ക്യാൻഡിൽ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. പി ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇതാ 3-ാമത്തെ ക്യാൻഡിൽ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. സി കയറി പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. ഇവിടെയും ഉണ്ടായിരുന്നു, ഞാൻ വരയ്ക്കാൻ വിട്ടുപോയതാണ്. കണ്ടോ, പി ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് സംഭവിക്കുക? ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കും. സി ഡിയും പി കയറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പി കയറിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ ക്യാൻഡിൽ തന്നെ കയറി 38% റിട്ടേൺ തന്നിട്ടുണ്ട്. വീണ്ടും അതേ പോയിന്റിലേക്ക് തന്നെയാണ് ഇത് തിരിച്ചു വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും ബോൾ ലൈൻ ടച്ച് ചെയ്യുകയാണ്. പി ട്രേഡുകൾ ഇടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്യും. സി ട്രേഡുകൾ കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ആ ട്രേഡിലേക്ക് എൻ്റർ ആകാം. ഈ ട്രേഡിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ 33% റിട്ടേൺ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം തൊട്ട് അടുത്ത ദിവസം 26-ാം തീയതിയിലേക്ക് വരുമ്പോൾ സെപ്റ്റംബർ 26-ന് ഇതാ കയറി എന്താ പി ട്രേഡ് കയറി പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. സി ട്രേഡ് ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? വീണ്ടും ഒരു സി ട്രേഡ് സംഭവിക്കും. കണ്ടോ, സി ട്രേഡ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ശതമാനം റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് 233% റിട്ടേണിലേക്ക് അത് വന്നിട്ടുണ്ട്. അടുത്ത ദിവസം 27-ാം തീയതിയിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മുടെ തൊട്ട് കഴിഞ്ഞ ദിവസം വരുമ്പോൾ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സൂം ചെയ്യാം. നിഫ്റ്റി ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ പി ഇടിഞ്ഞ് ഇവിടെ വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. സി കയറി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേസമയം ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഒരു സി ഇടിവാണ്. അതായത് പി കയറാൻ പോകുന്നു എന്നുള്ള ട്രെൻഡായിരിക്കും സംഭവിക്കുക. അപ്പോൾ തൊട്ടടുത്ത പി എടുക്കുക. പി എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 100% റിട്ടേൺ അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് ഓഫ് ട്രേഡ് കൂടെ ഉണ്ടായിരുന്നു. വീണ്ടും ആ സി ട്രേഡ് കയറി ഇടിഞ്ഞിവിടെ വന്ന് ബോൾ ലൈൻ ഒരേപോലെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ റിയാക്ട് ചെയ്തത്. കണ്ടോ, ഇതുപോലെ ഒറ്റ ക്യാൻഡിൽ ഇടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്തു. ഇത് ഒറ്റ ക്യാൻഡിൽ ഇടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്തു. സോ അവിടെ നിന്ന് റിജക്ട് ചെയ്ത് വീണ്ടും പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയാണെങ്കിൽ ഇതാ ഇടിഞ്ഞ സാധനം കയറി പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്ത് ചെയ്യാൻ പോകണം? ഇനി അടുത്ത വീണ്ടും ഒരു സി ട്രെൻഡ് സംഭവിക്കാനായിട്ട് പോവുകയാണ്. അതാ ഇവിടെ രണ്ടും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. സി ട്രെൻഡ് അല്ല, പി ട്രെൻഡ്. ഓക്കെ, ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. ഇവിടെ ഇതാ ഇടിഞ്ഞ് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. ഇതാണ് കേട്ടോ, ഇടിഞ്ഞ് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഒരു പി ട്രെൻഡ് വീണ്ടും സംഭവിക്കും. അപ്പോൾ അങ്ങനെ പി ട്രെൻഡ് വീണ്ടും സംഭവിച്ചപ്പോൾ നമുക്ക് എത്ര ശതമാനം റിട്ടേൺ വന്നിട്ടുണ്ട്? ഇവിടെ ഒരു 50%. ഇത് ഫാർ ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ടാണ് ദ മണിയുടെയൊക്കെ ഗ്രാഫ് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. കണ്ടോ, ഒരു 50% റിട്ടേൺ എങ്കിലും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ? കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് ബോൾ ലൈൻ സ്ട്രാറ്റജിയിൽ എടുക്കുമ്പോൾ എല്ലാ ദിവസവും അത് വർക്ക് ചെയ്യുകയും ഒരു ദിവസം മാത്രം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ 15%-നും അതുപോലെ തന്നെ 2600%-നും ഇടയിലാണ് റിട്ടേൺ വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ദിവസം നിങ്ങൾ ഈ 15% റിട്ടേൺ എടുക്കുക. അല്ലെങ്കിൽ വീണ്ടും റിസ്ക് കുറയ്ക്കാനായിട്ട് വേണമെങ്കിൽ ഒരു 12% റിട്ടേൺ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 500% എബോവ് റിട്ടേണിലേക്ക് തന്നെ എത്തിക്കാനായിട്ട് പറ്റും. ഒരു 600% റിട്ടേൺ ആക്കാൻ പറ്റും. അതായത് ഒരു 10,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 60,000 രൂപ ഒരു മാസം തന്നെ 12% റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
എത്തിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഏറ്റവും മിനിമം ഒരു ട്രേഡ് കാണുമ്പോൾ 12% റിട്ടേൺ എടുത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മാക്സിമം 15% എടുത്ത് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 15%-നും 2600%-നും ഇടയിലെ റിട്ടേൺ എല്ലാ ദിവസവും ഓൺലൈൻ സ്ട്രാറ്റജി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു മാസത്തെ കണക്കെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു മാസത്തെ ഡേറ്റ എടുക്കുമ്പോൾ ഒരു മാസവും വർക്ക് ചെയ്ത സ്ട്രാറ്റജിയാണ് ഓൺലൈൻ സ്ട്രാറ്റജി. ഒരേപോലെ വരുമ്പോൾ നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക. അതുപോലെ ആദ്യത്തെ 3 ക്യാൻഡിൽസിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നത് ഫാർ ബെറ്ററാണ്. അടുത്ത ട്രേഡുകൾ തൊട്ട് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ദെൻ വിളിച്ചാൽ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യണം. നമ്പർ കുറച്ച് ബ്ലോക്കായി കിടക്കുകയാണ്. ദെൻ നമുക്കിവിടെ താഴെ ഞാൻ ഫ്രീ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് ലെവൽസുകൾ ഫ്രീ ആണ്, അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിന് ജോയിൻ ചെയ്യാം. സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡ് ആണ്, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ.